ഇപ്പോൾ ഒരു സന്തോഷ കാര്യമുള്ളത്, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഗതാഗത വകുപ്പ് മന്ത്രി കെ പി ഗണേഷ് കുമാർ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ക്രിസ്മസ് ആശംസകൾ നേരാൻ നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം ശ്രീ കെ പി ഗണേഷ് കുമാർ. ഗണേഷ് കുമാർ, നമുക്ക് സാധാരണഗതിയിൽ ഗണേഷ് കുമാർ ഇങ്ങനെ ആശംസകളൊന്നും അങ്ങനെ കാര്യമായി നേരത്തെ ഞാൻ കണ്ടിട്ടില്ല. അല്ല, അങ്ങനെയില്ല. ചേട്ടൻ വിളിച്ചപ്പോ പിന്നെ ഞാൻ ആശംസ പറയാതിരിക്കാൻ നോക്കും. അല്ല, അത് കുഴപ്പമില്ല, ഒരു സന്തോഷത്തിന്റെ ഒരു ദിവസമല്ലേ. അതെ അതെ അതെ. ഇപ്പൊ എവിടെയാ, തിരുവനന്തപുരത്ത് നിന്നാണോ സംസാരിക്കുന്നത് അതോ? ഞാൻ ട്രിവാൻഡ്രത്ത് പത്തനാപുരത്തേക്ക് പോവാ, വണ്ടിയിലിരിക്കുകയായിരുന്നു. ഓക്കെ, അത് നന്നായി. യാത്രയിലായിരുന്നു. എന്തായാലും അത് വന്നത് നന്നായി. കാര്യം അതും ആൾക്കാർക്കൊരു അനുഭവം ആയിക്കോട്ടെ. നമ്മുടെ ഗതാഗത വകുപ്പൊക്കെ നന്നായി വർക്ക് ചെയ്യുന്നു എന്നൊക്കെ ആൾക്കാർ പറയുന്ന കാലത്ത് ഒരു ആശംസ കൂടി നേരുന്നെന്ന് പറഞ്ഞാൽ അതും ഒരു, പ്രത്യേകിച്ച് വണ്ടികളിലൊക്കെ ഇരുന്നൊക്കെ തന്നെ ആൾക്കാർ മൊബൈൽ ഫോണിലൊക്കെ ചിലപ്പോൾ ഇത് കാണുന്നുണ്ടാവും. അപ്പോൾ അവരുടെ ഗതാഗത വകുപ്പ് മന്ത്രി നേരിട്ടൊരു ആശംസ പറയുന്നു പറഞ്ഞാൽ അത് അവർക്കൊരു ഊർജ്ജമല്ലേ വിജയകുമാർ? വലിയ ലാഭത്തിലൊക്കെ വലിയ കച്ചവടം നടക്കുന്നത്, ഇപ്പോൾ വലിയ ലാഭത്തിലാണ് നടക്കുന്നത് അല്ലേ? ഇപ്പൊ എങ്ങനെയായിരുന്നു? വലിയ ചില ദിവസമൊക്കെ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചു എന്നൊക്കെ പറഞ്ഞു. നല്ല റെക്കോർഡ് ഭേദിച്ചു. ജീവനക്കാരുടെ ഒരു വലിയ സഹകരണം, നാട്ടുകാരുടെ ഒരു വലിയ സഹകരണം. എല്ലാവരും ക്രിസ്മസിന് ആഘോഷങ്ങളെല്ലാം KSRTCയിലാണ് യാത്രകൾ ഏറ്റവും കൂടുതൽ. ഞങ്ങളുടെ എല്ലാ ബസ്സുകളും ബുക്കിംഗ് ആണ്, അഡ്വാൻസ് ബുക്കിംഗ് ആണ്. ബാംഗ്ലൂർ, ചെന്നൈ, എല്ലാം തമിഴ്നാട്, എല്ലായിടത്തേക്കും സ്പെഷ്യൽ ബസ്. അതോടൊപ്പം തന്നെ ശബരിമല ഓടിക്കുന്നു എന്നുള്ളത് KSRTCയുടെ ഹിസ്റ്ററിയാണ്. സാധാരണ ശബരിമല ഓടുമ്പോൾ മറ്റു സ്ഥലത്തെ വണ്ടികൾ കട്ട് ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം അങ്ങനെ കട്ട് ചെയ്തിട്ടില്ല. ശബരിമല ഓടുന്നത് വേറെ വണ്ടി, ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ന്യൂ ഇയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ വണ്ടികളും ഓടുന്നുണ്ട്. ഹയർ ക്ലാസ് വണ്ടികളെല്ലാം ഫുള്ളായിട്ടാണ് പോകുന്നത്. മാക്സിമം ഓരോ വണ്ടി ഫുള്ളാകുമ്പോൾ നമ്മൾ പുതിയ വണ്ടിക്ക് ഇങ്ങനെ സീറ്റ് റിസർവേഷൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇഷ്ടംപോലെ വണ്ടിയാണ്. എല്ലാം നന്നായി. വണ്ടി ക്ഷാമമില്ല. ജീവനക്കാർ ഒരുപാട് പേര് പെൻഷൻ പറ്റുമെന്നുള്ളൊരു പ്രശ്നം വരുന്നുണ്ട്. അത് അടുത്ത മാസങ്ങളേ ഉള്ളൂ. പക്ഷെ എന്നാലും ജീവനക്കാർ വളരെ ആത്മാർത്ഥമായി വർക്ക് ചെയ്യുന്നുണ്ട്. ഭയങ്കര നന്നായിട്ട് ആളെ കൈ കാണിക്കുന്നിടത്തെല്ലാം ആളെ കയറ്റുന്നതുകൊണ്ടാണ് ഇത്രയും കളക്ഷൻ വരുന്നത്. ജനസംഖ്യ വർദ്ധിച്ചിട്ടില്ല, പക്ഷേ KSRTCയിൽ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഏതാണ്ട് 16 ലക്ഷം യാത്രക്കാരാണ് കഴിഞ്ഞ മാസം കൂടുതൽ യാത്ര ചെയ്തത് KSRTCയിലേക്ക് ജനങ്ങൾ തിരിച്ചു വരണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അത് തിരിച്ചു വന്നു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം. ആ യാത്രക്കാരോട് ഐശ്വര്യപൂർവമായ ഒരു ആശംസ പറഞ്ഞു മിനിസ്റ്റർ. തീർച്ചയായിട്ടും ഇത് ക്രിസ്മസ് ആണ്, ലോകം മുഴുവൻ സന്തോഷിക്കുന്ന ഒരു സമയമാണ്. കാരണം അത് ജാതി മത വ്യത്യാസമില്ലാതെ ലോകത്തിന് സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം പകർന്നു നൽകിയ ഉണ്ണി യേശുവിന്റെ ജനനമാണ് ആഘോഷിക്കുന്നത്. അതിന് ഒരാളും എല്ലാവരും ഒരുപോലെ എല്ലാ രാജ്യത്തും ആഘോഷിക്കുന്ന ക്രിസ്മസ് ആണ് ആഘോഷിക്കുന്നത്. 24 ആഘോഷങ്ങളുടെ കോസ്റ്റ്യൂമൊക്കെ വളരെ രസമായിട്ട് ഞാൻ വണ്ടിയിൽ ഇരുന്ന് കാണുകയാണ്. ഞാൻ കണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. അടിപൊളി കോസ്റ്റ്യൂം. നമ്മുടെ വിജയകുമാറിനെ നോക്കിയേ ഗണേഷ് കുമാർ, ഒരു ഗാനമേള ടീമിലുള്ളവരില്ലേ? ഗാനമേള നമ്മുടെ വിജയകുമാർ വടക്കേന്റെ കല്യാണത്തിന് ഒരുങ്ങി നിൽക്കുന്നവരുണ്ട്. അത് കുറച്ച് മാന്യമായ പ്രതികരണമാണ്. ഇത് സാധാരണ ബാൻഡ് സെറ്റിന്റെ എന്താണ് കോസ്റ്റ്യൂം ആണെന്നാണ് പറഞ്ഞത്. അതിൽ ഒരു പടി കൂടി ഉയർന്നിട്ടുണ്ട്. അതിൽ സന്തോഷം. അതെ, നല്ല കല്യാണത്തിനൊക്കെ ഒരുങ്ങി. ബോംബെയിലൊക്കെ ചില കല്യാണങ്ങൾക്ക് പയ്യനെ ഒരുക്കി ഇങ്ങനെയൊക്കെ ഓപ്പൺ. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ എല്ലാവർക്കും നമ്മുടെ 24-ന്റെ പ്രേക്ഷകർ ലോകമെമ്പാടുമുണ്ട്. ഈ ക്രിസ്മസിൽ 24-നൊപ്പം ചേർന്നിരിക്കുന്ന എല്ലാ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്കും സഹോദരിമാർക്കും അമ്മമാർക്കും എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഒരുപാട് നന്മ നിറഞ്ഞ ക്രിസ്മസ് ആശംസിക്കുകയാണ്. എല്ലാവർക്കും ഒരു അനുഗ്രഹവും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലതായിരിക്കണം, സന്തോഷിക്കാൻ. നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്മസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സന്തോഷിക്കണം. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് എല്ലാവരും ചിരിച്ചോണ്ടിരിക്കണമെന്നാണ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം. കാരണം ഞാൻ 24-ന്റെ സ്ഥിരം പ്രേക്ഷകനാണ്. കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ചിരിപ്പിക്കുന്ന കാര്യങ്ങളാണ് കൂടുതലും. ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് കണ്ടപ്പോ LDFന് ചില ആ ഒരു സ്പിരിറ്റിലാണ്. അല്പം ടെൻഷനൊക്കെ വരുമ്പോഴും ആശ്വാസം ആ ഒരു അവതരണമായിരുന്നു. അത് ക്രിസ്മസിന്റെ കാര്യത്തിൽ എല്ലാവർക്കും സന്തോഷം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ലോകമെമ്പാടും നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ ക്രിസ്മസ് ആഘോഷിക്കാം. ഗണേഷ് കുമാർ, ഇപ്പൊ പത്തനാപുരത്തേക്ക് പോകുന്നല്ലേ പറഞ്ഞത്? അതെ. വണ്ടി പതുക്കെ ഓടിച്ചു പോകണമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ? നമ്മൾ വളരെ പതുക്കെ പോകുള്ളൂ. ഗതാഗത വകുപ്പ് മന്ത്രി ഓവർ സ്പീഡിൽ റോഡേ പോകുന്ന പറഞ്ഞാൽ പ്രശ്നമില്ലേ? ഞാൻ വണ്ടി ഓടിച്ച് പണ്ടൊക്കെ ഓവർ സ്പീഡ് ഉണ്ടായി. ഞാൻ വണ്ടി ഓടിക്കുന്ന പോലും പിന്നെ ഒരു 60-80 മുകളിലേക്ക് പോകില്ല വണ്ടി സ്പീഡിൽ. ഞാൻ ഓവർ സ്പീഡ് ചെയ്യില്ല. അത് വളരെ സന്തോഷം. ചെയ്യില്ല. കെ പി ഗണേഷ് കുമാറിനും ഞങ്ങളുടെ 3 പേരുടെയും ക്രിസ്മസ് ആശംസകൾ നേരുന്നു. മെറി ക്രിസ്മസ്. ഓക്കെ, താങ്ക് യു. ജീവനക്കാർക്കും അതിൽ യാത്ര ചെയ്യുന്ന മലയാളികൾക്കും എല്ലാവർക്കും
എല്ലാവർക്കും. അപ്പം മാത്രമല്ല പ്രതീക്ഷയ്ക്കൊത്ത് ഒരുപാട് ആൾക്കാർ വരുന്നു എന്നല്ലേ പറഞ്ഞു. അതെ. എന്തായാലും കെ.പി. ഗണേഷ് കുമാർ ഈ സാഹചര്യത്തിൽ നമുക്കൊപ്പം ചേർന്നതിന് വളരെ നന്ദി, സന്തോഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.